ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നോമ്പ് 4-ൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഒരുപാട് വലിയ റെസിപ്പീസോ അല്ലെങ്കിൽ ഭയങ്കരമായ വിശേഷങ്ങളൊന്നുമില്ല, എങ്കിലും നമ്മുടെ അന്നത്തെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒട്ടും വൈകിക്കാനില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അല്ലേ. അപ്പം നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചിക്കൻ വേവിക്കാൻ വെക്കുകയാണ്. കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെച്ചിട്ട് സ്നാക്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്നും അവിടെ വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ എല്ലാ ദിവസവും ജ്യൂസാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഈ സമയത്ത് ഇന്ന് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കണോണ്ട് ഈ സമയത്ത് ഇപ്പോൾ ഉപ്പ പൈനാപ്പിളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം തന്നെ സ്നാക്സിൻ്റെ ജോലികളൊക്കെ ഒന്ന് ചെയ്തു വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് കുറച്ച് പുതിയ ആൾക്കാർ വേണ്ടി വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും നമ്മുടെ വ്യൂസ് കുറവ് ഉള്ളതിനും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടാത്തതിനൊക്കെ ഒരുപാട് വിഷമം പ്രകടിപ്പിക്കുന്നുണ്ട്. എല്ലാവരോടും നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറഞ്ഞ് ചെറുതാക്കണില്ല. എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സും എല്ലാവരും അതെ, നമുക്ക് കുറച്ച് പേരുള്ളെങ്കിലും എല്ലാവരും നല്ല സ്നേഹത്തോടെ നമ്മളോട് കമൻറ്റ് ചെയ്യണതും സപ്പോർട്ട് ചെയ്യണവരാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതാ നമ്മുടെ സ്നാക്സിനുള്ള സവാളയും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി ഞാനിങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റായി വന്നപ്പോൾ ഇതിലേക്ക് ഇത് വളരെ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടീസ്പൂണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ ഓർത്തത്, ഇത് ഞാൻ ചെറുപ്പത്തിൽ നമുക്ക് കുറുക്കൊക്കെ തരില്ലേ, അപ്പോൾ അങ്ങനെ എനിക്ക് ഉമ്മ കുറുക്ക് തന്നിരുന്ന സ്പൂണാണെന്നാണ് പറയുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു തവണ വന്നപ്പോൾ ഞാനിത് പൊക്കിയതാണ്. ഇതിലിപ്പോൾ എൻ്റെ മോനിക്കും ഞാൻ കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ സവാള ഇതുപോലെ ഒന്ന് സോഫ്റ്റായി നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒന്ന് ഇട്ടിട്ട് നമ്മളൊന്ന് മൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ വെന്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. ആ ഒരു ഭാഗം എന്തോ റെക്കോർഡ് ആയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക മാത്രം ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളം വലിച്ചെടുത്തിട്ടുണ്ട് അതിലത്തെ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയണ പോലെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഞാൻ വളരെ കുറവ് വീട്ടിൽ ഉപയോഗിക്കാറുള്ളത് കൊണ്ടാണ്. പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര മാത്രം മതി നമ്മുടെ ഫില്ലിങ്ങിന്. ഇനി നന്നായിട്ടൊന്ന് എന്താ പറയുക, എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വലിച്ചെടുക്കണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത്. ഈ മല്ലിയിലയോ വേപ്പിലയോ എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഇവിടെ പൊതുവേ ഇഷ്ടം കുറവാണ്, ഞാനെങ്കിലും ഇടയ്ക്കൊക്കെ ചേർക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ. ഇപ്പം ഞാൻ കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് കുറച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് എടുത്തതാണെങ്കിൽ മറന്നുപോയി വേവിച്ച് വെക്കാനായിട്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആ ഒരു സമയത്ത് തന്നെ വേവിച്ചെടുത്തുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു അത് ഒലിച്ചെടുക്കാനായിട്ട്. നല്ല പണിപെട്ട് തന്നെ ഒലിച്ചെടുത്ത്. എനിക്ക് ഭയങ്കര തൊലിക്കട്ടിയാണെങ്കിലും വിരലിന് അധികം തൊലിയില്ല കേട്ടോ, തൊലിക്ക് കട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് അത്യാവശ്യം പൊള്ളി കിട്ടി. അപ്പോൾ പൊള്ളിയ ദേഷ്യവും വിഷമൊക്കെ ആ ഉരുളക്കിഴങ്ങിൻ്റെ മേത്ത് തന്നെ അങ്ങോട്ട് പ്രയോഗിച്ചപ്പോൾ നമുക്ക് ഫില്ലിങ്ങിലേക്ക് ഇടാനുള്ള ഉരുളക്കിഴങ്ങ് റെഡിയായി. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്ങിൽ നിന്ന് കുറച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് വേറൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അത് ചിക്കൻ മാത്രമുള്ളൊരു സ്നാക്കും. പിന്നെ നമ്മൾ വേറെ ഒരെണ്ണം ഇതിലെ ചിക്കൻ കുറച്ച് ബാക്കി വെച്ചിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇനിയും വേണമെങ്കിൽ ഇതിലേക്ക് എരിവൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മുളക് ചതച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങിന് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ എല്ലാം ഒരു ഞാണുമക്കളിയാണല്ലോ, ഉപ്പ് മധുരമൊക്കെ ഒരു ഊഹം വെച്ചങ്ങോട്ട് ഇടും. ചിലപ്പോൾ ഒരു ദിവസം നോമ്പെടുക്കാൻ നേരത്ത് നാരങ്ങളത്തിന് മധുരം കുറവായിരുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇനി ഇവിടെ നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഉരുളക്കിഴങ്ങിനും കൂടിയും ഫ്ലേവർ വരാനായിട്ട്. ഇനി ഇതെല്ലാം കൂടിയും അത്യാവശ്യം നന്നായിട്ട് എൻ്റെ ആരോഗ്യനില വെച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തോളൂ. ഇനിയിപ്പോൾ ഇതിന് വേണ്ടി ഒരു ഷീറ്റ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ പറഞ്ഞ് എനിക്ക് തന്നെ ബോറായി. നോമ്പ് തുടങ്ങി ഉണ്ടാക്കുന്ന ഷീറ്റാണിത്. 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും കുറച്ച് ഡാൽഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഡാൽഡ തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ഓയിലായാലും ചേർത്താൽ മതി. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് സാധാരണ ഒരു ചപ്പാത്തി മാവ് കുഴക്കണ പോലെ അങ്ങോട്ട് കുഴച്ച്
കേട്ട് മടുത്തല്ലേ? സോറിട്ടാ, പറഞ്ഞും എനിക്കും മടുക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ അന്ന് തുടങ്ങി ഉണ്ടാക്കുന്ന ഈ ഒരു സാധനം ഇങ്ങനെ അതായത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇനി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ കുറച്ച് നേരത്തിൻ്റെ കുറവുണ്ടായി, അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അന്ന് മൊത്തത്തിൽ എല്ലാം മറന്നുപോയൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കൗണ്ടർ ടോപ്പ് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പരത്താനൊക്കെ ഉണ്ടെങ്കിൽ സോഡാപ്പൊടിയും ഡിഷ് വാഷൊക്കെ വെച്ച് നന്നായിട്ട് കഴുകി തുടച്ചിടലാണ്. അപ്പം അന്ന് ആ കാര്യം മറന്നുപോയി. അപ്പോൾ ഞാനിത് പരത്തിയ പാത്രം തന്നെ വേഗം വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ ബാക്കിലിട്ടിട്ടാണ് പരത്തിയത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ ഒരു വലിയ ഷീറ്റാക്കി ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് നിറച്ച് ഞാൻ പൊടി എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. എനിക്ക് ഇതും ഇട്ട് പരത്താവുന്നതുകൊണ്ട് അത്രക്ക് വട്ടത്തിൽ പരത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ ഒരു കപ്പിനും കുറച്ച് കുറവാണ് എടുത്തത്. ഇനി ഈ ഫില്ലിങ് മൊത്തത്തിൽ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് എല്ലായിടത്തും ഒരേ ഹൈറ്റിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഷീറ്റ് നല്ല കട്ടി കുറച്ച് പരത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ മുറിച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലെയറൊക്കെ നന്നായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടിയും കട്ടി കൂട്ടി പരത്തിക്കോളൂ കേട്ടോ. ഒരുപാട് കൂട്ടുണ്ടെങ്കിലും ഇതിനേൽ ഇത്തിരി കൂടിയും കൂട്ടിക്കോളൂ. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ കട്ടിയിലുള്ളത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ഇതൊരു വലിയൊരു പൈപ്പ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതൊരു 2 വിരലിൻ്റെ വീതിയിൽ ഇതിങ്ങനെ മുറിച്ച് മാറ്റണം. അപ്പം മുറിക്കുമ്പോൾ കണ്ടില്ലേ, നമ്മളിങ്ങനെ ഇത് ചെയ്യാത്തവരോടാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഒറ്റയടിക്ക് നമ്മൾ ഒറ്റ താഴ്ത്തി കൊടുക്കരുത്. കത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി തന്നെ മുറിക്കുക. ഒറ്റയടിക്ക് താത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ലെയർ, എൻ്റെ ഇനിയിപ്പോൾ ലെയർ ഉണ്ടാവില്ല, കട്ടി കുറച്ച് ഉണ്ടാക്കിക്കൊണ്ട് ലെയർ ഇങ്ങനെ ശരിക്ക് എല്ലാം കൂടി കൂട്ടി ഒട്ടിപ്പോവും. ഇങ്ങനെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കി മുറിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെയാണ് എൻ്റെ ചെറുതായിട്ട് മാത്രം ലെയർ കാണുള്ളൂ. വലുതായിട്ട് ഇത്തിരി കൂടി കട്ടി കൂട്ടി പരത്തിയാൽ ലെയറൊക്കെ ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളൊരു പിൻവീൽ സമൂസയുടെ ഒക്കെ പോലെയാണ് ഉണ്ടാക്കിയേക്കണത്. പക്ഷേ കറക്റ്റായിട്ട് പിൻവീൽ സമൂസയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ടേസ്റ്റൊക്കെ ഞാൻ നമ്മുടെ വീട്ടിലത്തെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എങ്കിലും ഇതുപോലെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു പൊടി തൂകിയിട്ടുള്ള ഒരു പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ സെയിം ഫില്ലിങ് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്പ്രിംഗ് റോൾ ഷീറ്റില്ലേ, നമ്മുടെ സമൂസ ലീഫ് ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കിയത്, അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വെറുതെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് മൈദമാവ് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്കിൻ്റെ ജോലി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ഇന്ന് വേറെ പത്തിരി അങ്ങനത്തെ കടികളൊന്നും ഉണ്ടാക്കണില്ല, ചോറാണ് ഉണ്ടാക്കാൻ വിചാരിക്കണത്. അപ്പോൾ അതായിരുന്നാണ് ഇതുപോലെ 2 സ്നാക്കാക്കി എടുത്തത് ഞാൻ. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടല്ലേ ചോറൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് നമ്മൾ മൈദമാവ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യണോണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ചൊന്നും ഇതിനെക്കുറിച്ച് പറയാത്തത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് രണ്ടും ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ പോലെ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവം നേരെ കൊണ്ട് ഓയിലിൽ കിട്ടാൻ അതിൻ്റെ ഉള്ളിലത്തൊക്കെ കൂടി ചാടി പുറത്തോട്ട് വരില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് മുക്കാനായിട്ട് നമ്മൾ വളരെ ലൂസായിട്ട് കുറച്ച് വെള്ളത്തിൽ മൈദപ്പൊടിയും ഉപ്പും കൂടിയും കലക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ മുക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ആ ഒരു പിൻ വീൽസൊക്കെ ഇതിൽ ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ മാത്രം വെച്ച് വേണമെങ്കിൽ ഇത് ചെയ്യാം കേട്ടോ. ചിക്കൻ മാത്രം വെച്ച് ചെയ്യുമ്പോൾ മുറിക്കുമ്പോൾ ചിക്കനൊക്കെ കൂടി ഇതിൽ നിന്ന് പുറത്തോട്ട് പോരാണ്ടിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ ആ ചിക്കനൊക്കെ ഒന്നും വലിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ഒരു മുട്ട ഉടച്ചൊഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ പോലെ തന്നെ ഈ മുട്ട ഈ ചിക്കനെയൊക്കെ ഒന്ന് കൂട്ടി ഒട്ടിച്ച് വെച്ചോളും. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു പിൻ വീൽസൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, എല്ലാവരും എണീറ്റിക്കുമ്പോൾ ഒരാൾ മാത്രം കിടക്കണത്. അയാൾ ആ സൈഡിലത്തെ കഷ്ണം ഇട്ടാ അത് നമ്മൾ ഒരുപാടൊന്നും ആ സൈഡിൽ നിന്ന് അങ്ങോട്ട് മുറിച്ച് കളഞ്ഞില്ല. അതുകൊണ്ടാണ് എൻ്റെ പിശുക്ക് അനുവദിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് താളിക്കാനുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പൊരിക്കലും കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചോറായതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെയാണ് പരിപാടികൾ. പിന്നെ ഇനി ജ്യൂസ് ഉണ്ടാക്കണം. അപ്പോൾ വേറെ പത്തിരി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് umm ജ്യൂസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ അവിടെ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റത്തെ ബാച്ച് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ മതി. ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാക്കിയും കൂടി ഉള്ളത് ഇതുപോലെ തന്നെ ഒന്നങ്ങോട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇസ എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയിൽ നിന്ന് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഹായ് പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇസയ്ക്ക് എന്നാണ് പേരെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇസയ്ക്ക് ഒരു വലിയ ഹായ് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ബാച്ചും കൂടി ഒന്ന് കോരി മാറ്റുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ആ റോളും കൂടി ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് വേഗം ഒന്ന് പൊരിച്ച് മാറ്റണം.
അപ്പോൾ ബാക്കിയുള്ളതും കൂടിയും ഇവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതായത് പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉമ്മ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ച് പൈനാപ്പിൾ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് മോനിക്ക് ജാം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവനക്ക് ഞാൻ പറയാറില്ല, അവന് ജാം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എപ്പോഴും ചോദിക്കുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ തക്കാളി കൊണ്ടാണ് ആദ്യം ജാം ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ അത് കഴിയാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പൈനാപ്പിൾ ജാം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഈ റോളും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്സിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ കുറച്ച് പൈനാപ്പിൾ വെള്ളമൊന്നും കൂട്ടാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ട് ജാമ റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ജാം ഇവിടെ ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ കൂടിയും പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, കുറച്ച് ബ്രെഡ് ബാക്കിയിരിപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നോമ്പിൻ്റെ സമയത്തൊന്നും ആരും അത് കഴിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി അത് ഞാൻ വേഗം തന്നെ ഒന്ന് ബ്രെഡ് ക്രംസ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇരുന്ന് വെറുതെ കേടായി പോകില്ലേ. അപ്പോൾ ഈ ജാം നന്നായിട്ട് ഇങ്ങനെ തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും മതി, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ തണുക്കുമ്പോൾ ശരിയായിക്കോളും. അപ്പോൾ ഞാൻ ഇവിടെ ബ്രെഡ് ക്രംസ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. ഞാൻ ഒരുമിച്ചൊരു വലിയ ജാറിലിട്ടുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് പൊടിഞ്ഞിട്ടിട്ടില്ല. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് പാത്രത്തിലേക്ക് ആക്കണ സമയത്ത് ഇതൊന്നും കൂടി ഒന്ന് പൊടിച്ചിട്ട് ഇടാമെന്നാണ് വിചാരിക്കണം. അതല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ പെട്ടെന്ന് അത് പാക്കറ്റിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും തരില്ല. നോമ്പ് തുറന്ന് കഴിയുമ്പോൾ പിന്നെ പ്രത്യേകിച്ചും ഒരു ക്ഷീണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മുന്നേ തന്നെ ഇതുമാതിരത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുന്നത്. അപ്പം പിന്നെ നേരെ കാണുമ്പോൾ നമുക്ക് അതൊരു ഓർമ്മ വരുമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് ഒന്ന് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്ത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ആ സമയത്ത് അവിടെ നാത്തൂൻ നമ്മുടെ ടേബിൾ മുതൽ വെള്ളവും ജ്യൂസൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ആളാണ് ആ ഒരു കാര്യങ്ങൾ കൂടുതലും ചെയ്യാറുള്ളത്. അപ്പം നമ്മൾ അടുക്കളയിനോട് എല്ലാ കണക്കും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതുവരെയുള്ള ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജാം ഇതുപോലെ ഇത്രയൊക്കെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി തണുക്കാനുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോഴേക്കും നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അന്നത്തെ വിശേഷങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും എന്നൊക്കെ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്നാക്കും അതുപോലെ തന്നെ ഇഫ്താർ ഒരുക്കങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസാം ദേവി.